നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും പാർട്ടീസിഡൻ പരിപാടിയിലേക്ക് സ്വാഗതം. പല മണ്ഡലങ്ങളിൽ നിന്നും പല ഗ്രൂപ്പുകളിൽ നിന്നും ഒരുപാട് കുട്ടി നേതാക്കന്മാർ ഇന്നത്തെ ഈ പാർട്ടീസിഡൻ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഇന്നത്തെ പാർട്ടീസിഡൻ പരിപാടിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പാർട്ടീസിഡൻ പരിപാടിയിലേക്കുള്ള സൂചനാ പണിമുടക്ക് ആരംഭിക്കുകയാണ്. എല്ലാവരും കൈ ചിഹ്നത്തിൽ അമർത്തിവെച്ച് ഇരിക്കുക. വ്യക്തി വിവരക്കേട് ആരംഭിക്കുന്നു. ഞാൻ വിദേശിയാണ്, പക്ഷേ സ്വദേശിയല്ല. എന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം സോറിയിലുണ്ട്, ലോറിയിലില്ല. രണ്ടാമത്തെ അക്ഷരം മാണിയിലുണ്ട്, മാളയിലില്ല. മൂന്നാമത്തെ അക്ഷരം യാമത്തിലുണ്ട്, രോമത്തിലില്ല. സോണിയ. ഉത്തരം വളരെ ശരിയാണ്. ആരാണ് പറഞ്ഞത്? എന്റെ കർത്താവേ, ഇങ്ങേരാണോ? എനിക്ക് പണിയായെന്നാ തോന്നുന്നത്. എന്തായാലും ഈ പാർട്ടീസിഡൻ സീറ്റിലേക്ക് താങ്കളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം. വളരെ സന്തോഷപൂർവം ഇന്നത്തെ ഈ പാർട്ടീസിഡൻ പരിപാടിയിലെ സീറ്റിലേക്ക് താങ്കളെ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അയ്യോ, താങ്കളുടെ പേര്? അതുകൊള്ളാം. അരിയാറ്റി കയറി കുറച്ച് സമയം പോലും ആയില്ല. അതിന് മുമ്പ് തന്റെ പേരും മറന്നു അല്ലേ? അതല്ല, തുമാരാ നാം ക്യാ ഹേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കിടയ്ക്ക് ഡൽഹിയിൽ പോയി പലരുടെയും കാല് പിടിച്ച് പലരും സാധിക്കുന്നതുകൊണ്ട് ഞാൻ ഹിന്ദിയെങ്കിലും പറയാൻ പഠിച്ചു. വിവരം കുറവാണെങ്കിലും വിദ്യാഭ്യാസം വന്നു തുടങ്ങിയല്ലോ, ഭാഗ്യം. താങ്കൾ പേര് പറയൂ. നാട്ടുകാരനെ ലീഡറിന് വിളിക്കും, മക്കളെന്നെ അച്ഛാന്ന് വിളിക്കും. ഞാൻ ഇപ്പോ എന്ത് വിളിക്കണം? താനും തന്റെ പാർട്ടിയിലുള്ളവരും എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ഒരു ഓമനപ്പേരുണ്ടല്ലോ, അത് വിളിച്ചാൽ മതി. കാർന്നോരേന്ന്. പക്ഷേ എന്നെ കാർന്ന് തിന്നരുത്. ശരി, എന്നാ കാർന്നോരെങ്കിൽ കാർന്നോര്. അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉത്തരങ്ങൾ വളരെ ആലോചിച്ച് ശ്രദ്ധിച്ച് മറുപടി പറയണം. ചോദ്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് പോയത് കൊണ്ടാണ് അണ്ണാൻ ലത് കളഞ്ഞതുപോലെ ഇരുന്നത്. അണ്ണാന്റെ കയ്യിൽ നഷ്ടപ്പെട്ട ലത് ഏത്? കൊള്ളാം. ഞാൻ ഉദ്ദേശിച്ചത് എന്റെയും എന്റെ മകന്റെയും കാര്യമല്ലേ? അല്ലെങ്കിൽ പിന്നെ അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് നഷ്ടപ്പെട്ടെന്ന് പറയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ കുറച്ച് മോശമാണെന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങക്ക് തോന്നുന്നതാണ്. എന്റെ ചോദ്യം അതല്ല. ചോദ്യം വ്യക്തമായിട്ട് കേട്ടാൽ അങ്ങക്ക് മനസ്സിലാവും. അണ്ണാന്റെ കയ്യിൽ നിന്ന് ലത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് അണ്ണാൻ ലത് നഷ്ടപ്പെട്ടതുപോലെ ഇരുന്നത്. അണ്ണാന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ലത് ഏത്? എന്റെ ഉദയപ്പ, ഈ അണ്ണാനൊക്കെ ലതും കളഞ്ഞിട്ട് എന്തിനെങ്ങനെ നടക്കുന്നത്? അതൊക്കെ സൂക്ഷിച്ചു വെച്ചൂടെ? അത് താങ്കള് ഉത്തരം പറയൂ. 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. എ മാങ്ങാണ്ടി, ബി കശുവണ്ടി, സി തേങ്ങാണ്ടി. ഏ മാങ്ങാണ്ടി. എ മാങ്ങാണ്ടി. സംശയമൊന്നുമില്ല, നല്ല കോൺഫിഡൻസിലാണ്. അപ്പോ ഹൈക്കമാൻഡിനോട് ചോദിക്കാം. അപ്പോ താങ്കൾ പറഞ്ഞത് എ, ബി കശുവണ്ടി. ആദ്യം നിങ്ങൾ മാങ്ങാണ്ടി എന്നല്ല പറഞ്ഞത്? അതെ, മാങ്ങാണ്ടിയാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത്. പക്ഷെ പുറത്തു വന്നത് കശുവണ്ടി ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്യേ? അപ്പോ ഹൈക്കമാൻഡിനോട് ചോദിക്കാം. ഉത്തരം സി തേങ്ങാണ്ടി. ഇതന്നെ ഇടപാടാ ഇത്. അത് ആദ്യം പറഞ്ഞു മാങ്ങാണ്ടി, പിന്നെ പറഞ്ഞു കശുവണ്ടിന്ന്, ഇപ്പൊ പറഞ്ഞു തേങ്ങാണ്ടി. ഏതെങ്കിലും ഒന്നിലാ ഉറച്ചു നിൽക്കാൻ. ഞാന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കശുവണ്ടിയാണ് പറഞ്ഞത്. പക്ഷെ താൻ കേട്ടത് മാറിപ്പോയെന്ന് മാത്രം. അതാണ് തന്റെ കുഴപ്പം. താൻ ഞാൻ പറയുന്ന പലരും കേൾക്കാറില്ല. അപ്പോ ഹൈക്കമാൻഡിനോട് ചോദിക്കാം. ചോദിച്ചിട്ടില്ലേ താൻ എന്തും ചെയ്യും? ഹൈക്കമാൻഡ് സി തേങ്ങാണ്ടി. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയാണ്. എനിക്കറിയാം, ഒരിക്കലും ഞാൻ പറഞ്ഞ ഉത്തരം തെറ്റാറില്ല. എന്തായാലും ഫസ്റ്റ് ചോദ്യത്തിന് നല്ല ഒരു ഉത്തരം തന്നെ തന്നിരിക്കുകയാണ്. ലണ്ണാന്റെ കൈ നഷ്ടപ്പെട്ട ലത് തേങ്ങാണ്ടിയാണ്. അപ്പോ 2 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. 2 രൂപയോ? കുറെ കൂടുതൽ തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, സുനാമി ഫണ്ടിൽ നിന്ന് ഇനി എടുത്തു തന്നാൽ ആൾക്കാർ അതിന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തേനെ. ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു തന്നെ പോലുള്ള ആൾക്കാർ ഇത്രയും പരിപാടി നടത്തിയാൽ 2 രൂപ കൂടുതൽ ഒട്ടും കിട്ടില്ല.
ഈ പരിപാടി ഞാനാണ് അവതരിപ്പിക്കുന്നെങ്കിൽ കുറഞ്ഞത് ഒരു 20,000 രൂപ എങ്കിലും കൊടുത്തേ ഞാൻ. അപ്പോ വിജയകരമായി നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കുക. ചോദിക്കട്ടെ? തീർച്ചയായിട്ടും. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വളരെ ആലോചിച്ച് പറയണം. 2 രൂപയാണ് നിങ്ങൾക്ക് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. ഇനിയും കൃത്യമായിട്ട് പറഞ്ഞാൽ 4 രൂപയുടെ ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത്. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ ഈ 4ലേക്കെങ്കിലും പോയല്ലോ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് ഏത് മരമാണ്? ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് ഏത് മരമാണ്? മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചിപ്ലാവ് ഏത് മരമാണ്? കുഴക്കുന്ന ചോദ്യമാണ്. അതെ, വളരെ കുഴക്കുന്ന ചോദ്യമാണ്. ആലോചിച്ച് ഉത്തരം പറയണം. 3 ഓപ്ഷൻസ് ഉണ്ട്. എ വാഴ, ബി കപ്പ, സി തെങ്ങ്. വാഴ. എ വാഴ. വാഴയുമായിട്ട് മുമ്പോട്ട് പോകാം. വേണ്ട, കൊലയുമായിട്ട് മുമ്പോട്ട് പോവാം. വാഴ അവിടെ നിൽക്കട്ടെ, പിന്നെ ഞാൻ കൊലയ്ക്കില്ലല്ലോ. അതല്ല ചോദിച്ചത്. ഈ വാഴ എന്ന ഉത്തരവായിട്ട് മുമ്പോട്ട് പോകാമെന്ന് ചോദിച്ചത്. അപ്പോ ഹൈക്കമാൻഡിനോട് ചോദിക്കാം. ഹൈക്കമാൻഡ് ട്രിഗർ. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് ഏത് മരമാണ്? എ വാഴ. ഈ മത്സരത്തില് താങ്കൾ വിജയിക്കും തോന്നുന്നു. താൻ തോറ്റാൽ തീർച്ചയായിട്ടും ഞാൻ വിജയിക്കും. ആർ യു കോൺഫിഡൻസ്? യെസ്, ഐ എം കോൺഫിഡൻസ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ശരിയാണ്. മാർത്താണ്ഡവർമ്മ ഒളിച്ചിരുന്ന അമ്മച്ചി പ്ലാവ് എ വാഴയാണ്. താങ്കൾക്ക് 4 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. താങ്ക് യു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നമ്മുടെ 3ാമത്തെ ചോദ്യം. താങ്കളുടെ കയ്യിൽ 2 ആപ്പിൾ ഉണ്ടെന്ന് വിചാരിക്കുക. സങ്കല്പിച്ചു. അതിൽ 1 താങ്കൾ താങ്കളുടെ സുഹൃത്തായ കെ അന്തോണിക്ക് കൊടുത്തു. അത് വേണോ? ബാക്കി താങ്കളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട്? എ 1 ആപ്പിൾ, ബി 2 ആപ്പിൾ, സി 0 ആപ്പിൾ. അതായത് എന്റെ കയ്യിൽ 2 ആപ്പിളുണ്ട്. അതിൽ 1 ഞാൻ അന്തോണിക്ക് കൊടുത്തു. ബാക്കി എന്റെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട്? എ 1 ആപ്പിൾ, ബി 2 ആപ്പിൾ, സി 0 ആപ്പിൾ. കുഴക്കുന്ന ചോദ്യമാണ്. പത്രക്കാരോട് എന്നോട് ഇങ്ങനെ ചോദിച്ചില്ല. സി 0 ആപ്പിൾ. ഹൈക്കമാൻഡിനോട് ചോദിക്കാം. ഹൈക്കമാൻഡ് ട്രിഗർ. സി 0 ആപ്പിൾ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. തെറ്റാണോ? എ 1 ആപ്പിളാണ് ശരിക്കും. അതെങ്ങനെയാണ് ശരിയാവുന്നത്? താങ്കളുടെ കയ്യിൽ 2 ആപ്പിളാണുള്ളത്. അതിൽ 1 ആപ്പിൾ താങ്കൾ സുഹൃത്തായ കെ അന്തോണിക്ക് കൊടുത്തു. ബാക്കി 1 ആപ്പിളാണ് താങ്കളുടെ കയ്യിൽ. സി 0 ആപ്പിളാണ്. അതെങ്ങനെയാ 0 ആപ്പിൾ വരുന്നത്? 1 കൊടുത്താൽ പിന്നെ 1 കഴിഞ്ഞാൽ പിന്നെ 1 ഉണ്ടാവുള്ളൂ. എന്തിനുള്ള സ്വഭാവം തനിക്കറിയില്ല. അയാൾ ഈ ആപ്പിളും മുന്തിരിയും തിന്ന് വളർന്നവനല്ല, വെറും കഞ്ഞിയും പയറും കുടിച്ചാണ്. ഇത് കണ്ട അപ്പത്തിന് തിന്നുകളയും. ഓ, അത് ശരിയാണ്. ഞാൻ അത് ശ്രദ്ധിച്ചില്ല. എന്തായാലും താങ്കൾ ഈ മത്സരത്തിൽ വളരെ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ആദ്യം കിട്ടിയ 2ഉം പിന്നത്തെ 4ഉം എല്ലാം കൂടെ ചേർന്ന മുഴുവൻ പൈസയും താങ്കൾക്ക് നഷ്ടപ്പെട്ടു. താങ്കൾക്ക് ഈ പാർട്ടീഷൻ സീറ്റിൽ നിന്ന് ഇനി ഇറങ്ങിപ്പോകാം. ഞാൻ പോവില്ല. പോവുകയല്ലേ? ഞാൻ ഈ കസേര വിട്ട് പോവില്ല. എന്താ പോകാത്തത്? കുറെ നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇരിക്കാൻ ഒരു കസേര കിട്ടിയത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? താങ്കൾ ഇറങ്ങിപ്പോയിട്ട് വേണം വേറെ ആളെ പിടിച്ചിരുത്തിയത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ താൻ പോവും. നീ പോ മോനെ ദിനേശ.